ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ഹുസ്ന നസ്റ്റിൻ. ഞാൻ 10th പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 10th പരീക്ഷ കഴിഞ്ഞ് ബോർഡ് എക്സാം. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ എനിക്ക് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. അതിൻ്റെ യൂണിഫോം ഇട്ട് തന്നെ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്യണം. എല്ലാവരും ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്കും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതാണ് SSLC ബോർഡ് എക്സാമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത എക്സാം തന്നെയായിരുന്നു. എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയത് മാത്സ് ആണ്. മാത്സ് നല്ല ടഫായിരുന്നു. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് ഗ്രാമർ നല്ല അത്ര വലിയ അറിയാൻ ആളൊന്നുമില്ല ഗ്രാമർ. അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങൾ അതിലും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബയോളജി നന്നായിട്ട് അറിയണം. പക്ഷേ ഇപ്രാവശ്യത്തെ ബയോളജി എക്സാം എന്താണോ, എനിക്ക് ക്വസ്റ്റ്യൻസ് നേരെ മനസ്സിലാവാത്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്ത് എഴുതണം, എങ്ങനെ എഴുതി അതിന് മാർക്ക് കിട്ടും എന്നുള്ളത് അത് അറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓവറോൾ പറഞ്ഞാൽ അതാണ് സംഭവം. നമുക്ക് ഓരോന്നിലേക്ക് കിടക്കാം. അപ്പോൾ കൂടുതൽ ഇങ്ങനെ സംസാരിച്ച് മുഷിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ എല്ലാവർക്കും അറിയാം മലയാളമാണ്. മലയാളം ഫസ്റ്റ് എനിക്ക് മലയാളം ഫസ്റ്റും സെക്കൻഡും ഒക്കെ നല്ല സിമ്പിളായിരുന്നു. കാരണം മാതൃഭാഷയല്ലേ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു കൺസെപ്റ്റിനനുസരിച്ച് എഴുതാമല്ലോ. അത് കാരണം അതിൽ A+ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ എഴുതാൻ പറ്റി. നോക്കുകയാണെങ്കിൽ മലയാളം ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 4 എഴുതണമെങ്കിൽ ഞാൻ ഫുൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, 5 എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എങ്ങാനും ഏതിലേലും തെറ്റിയാൽ മറ്റേലും എഴുതാമല്ലോ, അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ 5 എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഞാൻ 2 എഴുതിയുള്ളൂ. 3 തന്നിട്ട് 2 എഴുതിയാൽ മതി എന്നുണ്ടല്ലോ, അതിൽ 2 എഴുതിയുള്ളൂ. കാരണം 8ാമത്തെ എനിക്ക് വലിയ പിടുത്തം കിട്ടിയില്ല. മറ്റേ പാഴ്ചിപ്പിയുടെ മുഖസങ്കടം പോലെ അമ്മ എന്നുള്ളതിൻ്റെ പാഴ്ചിപ്പി എന്ന വിശേഷണ സവിശേഷതമായ അർത്ഥതലം കണ്ടെത്തി എഴുതുക. എനിക്ക് പെട്ടെന്ന് ക്ലിക്കായില്ല അത്. അപ്പോൾ ഞാൻ ബാക്കി 6ഉം 7ഉം എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ 9, 10, 11, 12, 13, 14ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയില്ല. എനിക്ക് എപ്പോഴും എങ്ങനെയെന്ന് അറിയാം, എനിക്ക് വരാറ് മലയാളത്തിൽ ഫസ്റ്റ് തുടർച്ചയായ ക്വസ്റ്റ്യൻസ് എനിക്ക് എഴുതാൻ കിട്ടും. അവസാനം വരുന്ന ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ, അതെനിക്ക് എഴുതാൻ കിട്ടില്ല. അങ്ങനെയാണ് എപ്പോഴും വരാറ്. ഓക്കെ. പിന്നെ ഞാൻ നോക്കുകയാണെങ്കിൽ 15, 17 2 എഴുതാൻ ഞാൻ ആശയം എഴുതിയില്ല. ബാക്കി 2 ഞാൻ എഴുതിയത്. കാരണം ആശയം എന്നൊക്കെ പറയുമ്പോൾ ഇനി സുഗതകുമാരിയെക്കുറിച്ച് ഒരുപാടൊന്നും അറിയില്ല. നമ്മൾ ഇപ്പോൾ പാടത്തിൽ തന്നിരിക്കുന്ന ആൾക്കാരുടെ അതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പുറത്തുനിന്ന് അവരെ കുറിച്ച് എങ്ങനെ സുഗതകുമാരി ഒരു കവിയത്രിയാണെന്നറിയാം, പക്ഷെ എന്നാലും കൂടുതലായിട്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല. പിന്നെ ഇത് എങ്ങനത്തെ രീതിയിലുള്ള കവിതയാണ്, ഇതിൽ കുറേ ഉള്ളിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും അത്ര വലിയ വായിച്ചോണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ അതൊഴിച്ച് ബാക്കി 2 എഴുതി. അപ്പോൾ നല്ല രീതിയിൽ എഴുതാൻ പറ്റി. അത്ര മലയാളം ഫസ്റ്റ് നല്ല രീതിയിൽ എഴുതാൻ, ഫസ്റ്റത്തെ എക്സാമിന് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത എക്സാമാണ് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞ പോലെ ഗ്രാമറിൽ അത്ര വലിയ പുള്ളിയൊന്നുമല്ല. അത് കാരണം ഗ്രാമർ നല്ല രീതിയിൽ തെറ്റിയിട്ടുണ്ട്. A+ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. പെട്ടെന്ന് നമുക്ക് A+ ഇതിന് പോകാം. കാരണം ഗ്രാമറൊക്കെ മിസ്റ്റേക്ക് വരുമ്പോൾ അങ്ങനെ. പക്ഷേ എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ A+ കിട്ടും എന്നാണ്. അപ്പോൾ ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 5 തെറ്റിയിട്ടുള്ളൂ ഗ്രാമർ ഭാഗത്തുനിന്നും. പിന്നെ എല്ലാം കൂടിയിട്ടൊക്കെ 5 മാർക്കിൻ്റെയാണ് തെറ്റിയിട്ടുള്ളത്. അപ്പോൾ 10 മാർക്ക് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ 100ലാണ് മാർക്കിങ് 20 C മാർക്ക് ഇട്ടിട്ട് നമുക്ക് ഒരു 10 തെറ്റിയാലും കുഴപ്പമില്ല എന്നുള്ള ഇതല്ലേ 10 മാർക്കിൻ്റെ. ഓക്കെ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു A+ കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ മാർക്ക് ഇടുന്ന ആൾക്കാരുടെ ആ ഒരു ഇതുപോലെ ഇരിക്കില്ലേ നമുക്ക്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാം, ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തെ അതൊക്കെ മറ്റേ ക്വസ്റ്റ്യനൊക്കെ എഴുതാൻ പറഞ്ഞത് 1 മാർക്കിൻ്റെ അതൊക്കെ കിട്ടി, പാരഗ്രാഫ് എഴുതിയിട്ട്. പിന്നെ ഞെട്ടിച്ച് കളഞ്ഞത് പോയട്രിയാണ്. എല്ലാവരും പറഞ്ഞു മറ്റേ മദർ ടു സൺ അല്ലെങ്കിൽ മറ്റേ ലൈൻസ് റിട്ടൺ ഇൻ ദ ഏർലി സ്പ്രിംഗ് അത് വരുന്നത്. ഞാൻ 2 പഠിച്ചിട്ട് പോയി. പക്ഷെ എനിക്ക് എന്തോ പോയട്രി വരുമോ എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റിന് പഠിച്ചതാണ്, എന്നാലും വായിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു എത്തുമ്പടിയും കിട്ടില്ലല്ലോ. അപ്പോൾ വായിച്ച് വിട്ട് വെറുതെ അങ്ങനെ പോയി. മദർ ടു സൺ അതാണ് ഞാൻ കൂടുതൽ നോക്കി വെച്ചത്, മദർ ടു സൺ ആണ്. പിന്നെ ഞാൻ കുറച്ച് നോക്കി വെച്ചതായിരുന്നു മറ്റേ ലൈൻസ് റിട്ടൺ ഏർലി സ്പ്രിംഗ്. അത് നോക്കുമ്പോൾ പോയട്രി വന്നിരിക്കണം. അങ്ങനെ ഞാൻ എന്നിട്ട് ഇങ്ങനെ വായിച്ചിട്ട് നോക്കണം, അപ്പുറത്ത് പോയട്രി. അപ്പോൾ അവൾ എന്ന് പറയണം. അങ്ങനെ ഞങ്ങൾ 2 ഇങ്ങനെ തലയിൽ ഇങ്ങനെ കഴിച്ചിരിക്കില്ല. ഞങ്ങൾ 2 ഒപ്പം പഠിച്ചതായിരുന്നു അങ്ങനെ. അപ്പോൾ പക്ഷെ ഞാൻ വായിച്ച് നോക്കിയത് കാരണം എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഒരു 1.5 പേജ് എഴുതാൻ പറ്റി. നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ ആ ഒരു പേപ്പറിൽ ഒരു 1.5 പേജ് എഴുതാൻ പറ്റി. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടമില്ലാത്തതാണ് ഈ പിന്നെ വരുന്ന ഈ ഒരു വലിയ നമുക്ക് അറിയാത്തൊരു പാരഗ്രാഫിൽ നിന്ന് വരില്ലേ, അതെനിക്ക് എന്താണാവോ വായിക്കാൻ തീരെ ഇഷ്ടമില്ല. എന്താണാവോ എനിക്ക് വലുതാണ് വന്നിട്ടുള്ളത്. വായിച്ചു കഴിയുമ്പോൾ ഞാൻ എന്നിട്ട് അവസാനം ചെയ്തെല്ലാം കഴിഞ്ഞ് ഒക്കെ ചെയ്ത് പിന്നെ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പിന്നെ അത് വായിച്ചിട്ട് ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിക്കും. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അതും എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 7 മാർക്കിന് എനിക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശരി വന്നു. അപ്പോൾ 7 മാർക്കിൻ്റെ അതും എനിക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയിട്ടാണ്. ഞാൻ എഴുതിയത് ഏതാണെന്ന് വെച്ചാൽ ഇത് ബെസ്റ്റ്
ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. ആ പാഠത്തിൽ നിന്നാണ് ഞാൻ എഴുതിയത്. കാരണം എനിക്ക് ആ പാഠം നല്ല രീതിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ വന്നാലേ കൂടുതൽ എഴുതാൻ പറ്റും. ഫസ്റ്റ് മറ്റേ അഡ്വഞ്ചർ ഇൻ ബാനിറ്റി നന്നായിട്ട് എനിക്ക് എഴുതാൻ പറ്റും. അതേപോലെ സ്നേക്ക് ആൻഡ് മിററില്ലേ അതും നന്നായിട്ട് എഴുതാൻ പറ്റും. അതേപോലെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് ആ സാധനം എനിക്ക് നല്ല രീതിയിൽ ഇങ്ങനെ റേറ്റ് അപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നാലേ എഴുതാൻ പറ്റും. പിന്നെ എത്രയാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഇല്ലേ, 5 മാർക്കിൻ്റെ ഞാൻ ഏതെന്ന് എഴുതിയത് നോട്ടീസ് ഉണ്ടാക്കി. പിന്നെ ഇതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, 5 ക്വസ്റ്റ്യൻ ഈ പാരഗ്രാഫിൽ നിന്ന് ഉണ്ടാക്കാനും അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ മോഡൽ എക്സാമിന് ഇതേപോലെ ക്വസ്റ്റ്യൻ പാരഗ്രാഫിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിലൊരു ക്വസ്റ്റ്യൻ എടുത്ത് തെറ്റിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒരു എന്തായിരുന്നു വെച്ചാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ തെറ്റിയ ക്വസ്റ്റ്യൻ ഏതാണെന്ന്. മാർത്ത എന്ത് എഴുതി കൂടെ പോകുമ്പോഴാണ് അവർക്ക് സങ്കടപ്പെടാൻ കാരണം ഉണ്ടായിരുന്നത്. ഞാൻ എല്ലാം എഴുതി കഴിഞ്ഞിട്ട് അവസാനം എന്ത് ക്വസ്റ്റ്യൻ എഴുതി 4 എണ്ണം കിട്ടിയോളൂ എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവളിങ്ങനെ എങ്ങോട്ടോ പോകുമ്പോൾ ടീച്ചർമാർ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് സങ്കടപ്പെട്ടത്. അപ്പോൾ അവൾ എഴുതി കൂടെ പോകുമ്പോഴാണ് സങ്കടപ്പെട്ടത്. ഞാൻ ഉദ്ദേശം എന്താണ്, അവൾ സ്കൂളിലെ വരാന്തയിലൂടെ പോകുമ്പോൾ അങ്ങനെ. പക്ഷേ ടീച്ചർക്ക് അത് മനസ്സിലായില്ല തോന്നുന്നു, അതിന് തെറ്റിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഞാൻ മാർത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് എഴുതിയത്. പിന്നെ സ്നേക്ക് ആൻഡ് മിററിൻ്റെ നെഗറ്റീവ് എഴുതി, അത് 2 എണ്ണം എഴുതി. പിന്നെ പ്രൊഫൈൽ ഞാൻ എഴുതണമല്ലോ, അത് എഴുതി. ഈ അവസാനം ഒരു ഇതുണ്ടായിരുന്നില്ലേ, AI ഈസ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ ബ്രെയിൻ എന്നുള്ളത്. അത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിൽ വന്ന് മറ്റേ എക്സാമിൻ്റെ ആൻസർ കീ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ശരി തന്നെയാണ് എഴുതിയിട്ടുള്ളത് എന്ന് മനസ്സിലായി. അതും വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോയി. പിന്നെ എനിക്ക് എല്ലാ പ്രാവശ്യവും തെറ്റുന്നതാണെന്ത് നമ്മുടെ സ്പീച്ച് റിപ്പോർട്ടൊക്കെ എഴുതാൻ പറയില്ലേ, ആ സംഭവം. അതെനിക്ക് മോഡൽ എക്സാമിന് അടക്കം തെറ്റി. എന്നിട്ട് ഞാൻ ആ ഒരാഴ്ച ഏറ്റവും കൂടുതൽ ഞാൻ ഇംഗ്ലീഷിൽ പഠിച്ച കാര്യം റിപ്പോർട്ട് അത് എഴുതാനാണ്. 2 മാർക്കാണെങ്കിൽ പോലും എൻ്റെ എപ്പോഴും തെറ്റും. ഞാൻ മോഡൽ എക്സാമിന് തോട്ട് എന്നുള്ളതല്ലേ എഴുതേണ്ടത്, ഞാനത് ഹാഡ് തോട്ട് എഴുതി. ആ ഹാഡ് വന്നപ്പോൾ അവിടെ തെറ്റിട്ടന്നു അങ്ങനെ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയിട്ട് ഞാൻ എഴുതിയിട്ട് അത് ശരിയായിട്ട് നല്ല സന്തോഷം വന്നത് എനിക്ക് ഈ ഒരു റിപ്പോർട്ട് സ്പീച്ചിലാണ്. അതിൻ്റെ ശരിയായിരുന്നു. അപ്പോൾ അത് 2 മാർക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നു. പിന്നെ എഡിറ്റിംഗ്, പിന്നെ അവിടെ നിന്ന് ഗ്രാമർ തുടങ്ങിയല്ലേ. ഗ്രാമർ എന്താ അറിയാമല്ലോ, ഗ്രാമറും ഞാനും തമ്മി കണ്ടുപിടിക്കില്ല. എനിക്ക് അറിയായിരുന്നു കൂടി, പക്ഷെ ഞാനത് തെറ്റിക്കും. അതങ്ങനെയാണ്, ഗ്രാമറും ഞാനും അങ്ങനെയാണ്. പിന്നെ ഫ്രേസൽ വെർബ് എൻ്റെ കറക്റ്റായിട്ടാണ്. അതെൻ്റെ എപ്പോഴും തെറ്റാറുള്ളതാണ്. എനിക്ക് രണ്ടെണ്ണമൊക്കെയാണ് അതിൽ തെറ്റാറ്. ഏറി കൂടിയ 4-ൽ 3 മാർക്കൊക്കെ കിട്ടാറുള്ളൂ. ഫുള്ളും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ കിട്ടി. പിന്നെ എടുത്ത പാസേജ് അതെൻ്റെ തെറ്റി. എടുത്ത പാസേജ് ഇല്ലേ, അതിൽ ഞാൻ ഈസിൻ്റെ അവിടെ 6 അങ്ങനെ 6 ഞാൻ വാസ് ചെയ്ത് വെച്ചു. എക്സാമിന് തന്നും പറഞ്ഞിരുന്നത് എങ്ങനെ എഴുതേണ്ടിയെന്ന്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യുക. എനിക്ക് അവിടെ പോയപ്പോൾ മൊത്തം അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു. പിന്നെ അവിടെ എന്തൊക്കെയോ സംഭവിച്ചു, അതൊക്കെ വേറെ കാര്യം. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ ചെറുപ്പം മുതലേ LKG പോലെയുള്ള സാധനമല്ലേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ നമ്മളത് പറയുമ്പോൾ കൂട്ടിയിട്ട് അത് വേറെ വാക്കൊക്കെ ആവും, അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതും വലിയ വിഷയമില്ലാണ്ട് എഴുതി. പിന്നെ കോൺവെർസേഷനും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ എഴുതി. പിന്നെ എനിക്ക് പറ്റിയ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ അവസാനത്തെ നോൺ ഫ്രേസ് ഇല്ലേ, ബി ക്വസ്റ്റ്യൻ എഴുതി വെച്ച് എ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചിന്തിച്ച് എഴുതാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ അത് എഴുതാണ്ട് ടീച്ചറിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെയും ഒരു മാർക്ക് നല്ല രീതിയിൽ പോയി കിട്ടിയിട്ടുണ്ട്. ഗ്രാമറൊക്കെ കൂടിയിട്ട് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ കൂടിയിട്ട് ഒരു 5 മാർക്ക് കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേ ടീച്ചർമാർക്ക് ഇനിയിപ്പോൾ നമ്മൾ റൈറ്റപ്പ് എഴുതിയാലും നെറേറ്റീവ് എഴുതിയാലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫുൾ മാർക്ക് തരുന്നില്ല പറഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ കുറച്ച് 5 A+ ഒക്കെ പോയി കിട്ടും. അല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ലേന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അടുത്തേക്ക് കിടക്കുന്നു. അടുത്തത് മലയാളം സെക്കൻഡ്. എനിക്ക് മലയാളം ഫസ്റ്റിനേക്കാൾ സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ എഴുതി. 1 മാർക്കിൻ്റെ ഒക്കെ നല്ല രീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. 2 മാർക്കിൻ്റെ ചിഹ്നം ചേർക്കുക, ആ സാധനമില്ലേ, ആ സാധനത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ എങ്ങനെയാണ് മോനെ പേര്, അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇട്ട്, ഞാൻ ഒരു കുത്തും അടിയിലൊരു സാധനം ഇട്ടു. ഇന്നലെയും വിളിച്ചു. പിന്നെ ആ സാധനം ഇട്ടുള്ളൂ. അത് ഞാനെന്നാണ് തോന്നുന്നത്, എനിക്ക് മറന്നുപോയി. ഞാൻ ആൻസർ കീ നോക്കിയത് എനിക്ക് മറന്നുപോയി. ഞാൻ ഇതിൽ 3 എഴുതിയിട്ടാണ്. 2 മാർക്കിൻ്റെ 3 എഴുതി. ഏതെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ അവർക്ക് തൃപ്തി അല്ലാണ്ട് വന്നാൽ ഇതിനൊക്കെ മാർക്ക് എടുത്തോട്ടെ. പിന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ എത്രയാണ് 5 എണ്ണത്തിനില്ലേ, അത് ഞാൻ കറക്റ്റ് 5 എണ്ണം എഴുതി. ഞാൻ പറഞ്ഞ പോലെ അവസാനത്തെ ആ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയില്ല. മതം ഏതായാലും കൊള്ളാം, മനുഷ്യൻ നന്നാവാൻ മതി, ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം, കാലിക പ്രസക്തിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ എനിക്ക് കിട്ടിയില്ല, ഞാനത് എഴുതിയില്ല. പിന്നെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഏതൊക്കെ എഴുതിയെന്നറിയോ, 15ഉം 16ഉം എഴുതി. 17 ഞാൻ എഴുതി, മുഖപ്രസംഗം എഴുതിയില്ല തോന്നുന്നു. അപ്പോൾ മലയാളം സെക്കൻഡ് അങ്ങനെ കഴിഞ്ഞു. അടുത്തതാണ് സോഷ്യൽ സയൻസ്. സോഷ്യൽ ആണല്ലേ, ഒരു മിനിറ്റ്. ഹലോ ഗൈസ്, അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ സോഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണാതായെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്കറിയാം, ഞാൻ അതിൽ എനിക്ക് നല്ല ടഫായി തോന്നിയത് എന്താ വെച്ചാൽ
സ്വരാജ് മൂവ്മെന്റില്ലേ ആ സാധനം എനിക്ക് പിടികിട്ടില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ബൾബ് കത്താത്തൊരു അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഈ സ്വരാജ് മൂവ്മെന്റിൽ. അതിൽ മറ്റേ എല്ലാം ബോയ്ക്കോട്ട് ചെയ്തു ആ ഒരു സംഭവം ഇന്നലെ എഴുതേണ്ടത്. ഞാൻ അതിന് വേറെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് അതിന് മാർക്ക് കിട്ടില്ല എന്ന്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഭാഗം മറ്റേ ഈഴവ മെമ്മോറിയൽ ആ സംഭവം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് എനിക്ക് കിട്ടിയില്ല. എന്താണോ എനിക്ക് അതിൻ്റെ വർഷം മറന്നുപോയി, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് മറന്നുപോയി. ആകെ ഒരു 1000 പീപ്പിൾസ് എന്താ അതിൽ സൈൻ ചെയ്തു എന്നുള്ളത് ആ സാധനം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനത്തെ മറ്റേ ഗ്രീൻ വിച്ച് മെറീഡിയൻ്റെ ആ സംഭവമില്ലേ, അതും ഞാൻ വലിയ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയില്ലെങ്കിലും സംഭവങ്ങൾ അങ്ങനെ പോയിന്റ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല സങ്കടമുണ്ട്, കാരണം 6 മാർക്കിന് ക്വസ്റ്റ്യൻ അല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 തെറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ സോഷ്യൽ പോയി. സോഷ്യൽ കഴിഞ്ഞിടത്തേതാണ് മാത്സ്. മാത്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടപ്പിറപ്പായിട്ടൊരു സാധനമുണ്ട്. എന്താ വെച്ചാൽ കെയർലെസ് മിസ്റ്റേക്ക്. A+ ഒക്കെ കിട്ടണം, പക്ഷെ എന്നാലും വലിയ ഉറപ്പൊന്നും ഇല്ല. A+ കിട്ടും, ഇൻഷാ കിട്ടണമല്ലോ. ഓക്കെ, ഫസ്റ്റൊക്കെ ഞാൻ നല്ല രീതിയിൽ എഴുതി. പിന്നെ തെറ്റിയത് എന്താ വെച്ചാൽ എനിക്ക് പ്രൈം നമ്പർ ഞാൻ 8 എന്ന് എഴുതുന്നത് 7 എന്നല്ലേ, അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് അതുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എഴുതി. 4 എണ്ണം എഴുതേണ്ടത് എത്ര 3 മാർക്കിൻ്റെ എഴുതിയതിന് ഞാൻ അത്യാവശ്യം എല്ലാം ശരിയാക്കിയിട്ട് എഴുതി. യെസ്, ഞാനെല്ലാം ശരിയാക്കിയിട്ട് എഴുതി. പിന്നെ 4 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ എല്ലാം ശരിയാക്കിയിട്ട് എഴുതി. 4 മാർക്കിൻ്റെ എനിക്ക് 11ാമത്തെ എൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലേ സമ്മ് കണ്ടുപിടിക്കുന്നത്, അതിൽ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ തെറ്റിയോ എന്നൊരു സംശയം. എന്താണ് അപ്പോൾ അങ്ങനെ ഒരു സംശയം മനസ്സിലുണ്ട്, എങ്ങനെയാണെന്നതാണ് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ 12ാമത്തെ എഴുതിയില്ല. 13ാമത്തെ എനിക്ക് എന്താണെന്നൊരു പ്രശ്നം, നമ്മുടെ A ക്വസ്റ്റ്യൻ കിട്ടും പക്ഷേ B ക്വസ്റ്റ്യൻ കിട്ടില്ല. എന്താണോ എനിക്ക് എപ്പോഴും ഉള്ളത്, പണ്ട് മുതലേ ഉള്ളതാണ്. A ക്വസ്റ്റ്യൻ കിട്ടും, നല്ല ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത് നോക്കാം. B ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ 13ാമത്തെ കിട്ടിയിട്ടാ എനിക്ക് ഈ ജോമെട്രിയുടെ ആൾജിബ്രയിലുള്ളത് എന്താ നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാവും. അത് ഞാൻ എഴുതി. പിന്നെ വരയ്ക്കല് കൺസ്ട്രക്ഷൻ മൊത്തം ഞാൻ ചെയ്തു. കാരണം എന്താ വെച്ചാൽ എനിക്ക് കൺസ്ട്രക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്താണ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആകെ നമുക്ക് പഠിച്ചിട്ട് പോയത് അതുപോലെ വരുന്ന ഒരു ഉറപ്പുള്ളതാണ് കൺസ്ട്രക്ഷൻ. അത് കാരണം അത് നന്നായിട്ട് ഞാൻ എഴുതി. 1 മിനിറ്റ്. ഓക്കെ, സെറ്റ്. അപ്പോൾ അത് കിട്ടി എനിക്ക്. പിന്നെ പരീക്ഷ പേപ്പറിൽ എഴുതിയ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ ഇവിടെ വന്ന് അതിൻ്റെ ആൻസർ കീ നോക്കുമ്പോൾ ആൻസറിൽ എന്തൊക്കെയോ ഒരു ചില മിസ്റ്റേക്കുകൾ തോന്നി. ഇനിയിപ്പോൾ എനിക്ക് തോന്നിയതാണോ എനിക്കറിയില്ല. ഞാൻ എഴുതിയത് ശരിയാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അങ്ങനെയായിരുന്നു. 16 അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതി. 17ാമത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ Aയും Bയും അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എഴുതാൻ പറഞ്ഞതിലും കൂടുതൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 17ാമത്തെ Aയും Bയും കിട്ടി. C എനിക്ക് എന്താണാവോ അത് കിട്ടിയില്ല. 19ാമത്തെ നമുക്ക് പിന്നെ ഈ സംഭവം അത് കിട്ടിയില്ല. അതിന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പോളിനോമിയൽസിലെ ചോദ്യം കിട്ടി. പിന്നെ അതിലെനിക്ക് എപ്പോഴും വരുന്നത് എന്താ വെച്ചാൽ -നടുത്ത് പ്ലസും പ്ലസിനടുത്ത് മൈനസും വരും. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഇതിൽ സംഭവിച്ചു എന്നൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ 21ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയില്ല. സോളിഡ്സ് അല്ലേ എനിക്ക് കഴിയും, അത് ഞാൻ എഴുതിയില്ല. എഴുതേണ്ട ആവശ്യമില്ല, അത് ഞാനത് എഴുതിയില്ല. പിന്നെ 5 മാർക്കിൻ്റെ 6 എഴുതാൻ പറഞ്ഞതിൽ 22ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി. 23ാമത്തെ ഈ ക്വസ്റ്റ്യൻ ഇല്ലേ, ദിസ് ക്വസ്റ്റ്യൻ 23ാമത്തെ ദിസ് ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ ഞാൻ മറ്റേ ഇക്വേഷൻ സർക്കിൾ അതാണ് ഞാൻ പറഞ്ഞില്ലേ കെയർലെസ് മിസ്റ്റേക്ക് എനിക്ക് ഉണ്ടെന്ന്. എന്താണെന്നറിയാം, മറ്റേ നമ്മുടെ ഇക്വേഷനിൽ ഞാൻ നമ്മുടെ എക്സിൻ്റെയും കെയിൻ്റെയും എച്ചിൻ്റെയും അവിടെ 0 ഇട്ടിട്ടുണ്ട്. ഞാൻ എക്സിൻ്റെയും അതിൻ്റെ അവിടെ 0 ഇട്ടു. അവർ ഇപ്പോൾ എന്താണ് എന്തെങ്കിലുമൊക്കെ കണ്ട് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ശരിയാണ് പറഞ്ഞിട്ട് ടിക്കറ്റ് എന്നാൽ മതിയായിരുന്നു. എനിക്ക് അതൊരു സങ്കടം. കാരണം ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് പോയത്. എനിക്ക് ഫസ്റ്റ് അത് ആ ഇക്വേഷൻ അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ നന്നായി പഠിച്ചായിരുന്നു. മാത്സ് ഞാൻ ഒരാഴ്ച കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കഷ്ടപ്പെട്ടേ കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ 24 എഴുതിയില്ല. 25 ഞാൻ മറ്റേ ടേബിളല്ല, അത് സിമ്പിളാണ്. എനിക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആ സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രോയിങ് അത് എഴുതി. 28ാമത്തെ അതും എനിക്ക് കിട്ടി. കാരണം എന്താ വെച്ചാൽ ആ ഒരു എലവേഷൻ ആ സാധനം എനിക്ക് അറിയാം. അപ്പോൾ ഞാനത് എഴുതി. അപ്പോൾ അതൊക്കെയാണ് മാത്സിൻ്റെ കാര്യങ്ങൾ. അടുത്ത എഴുതണം ഹിന്ദിയുടെ പേപ്പർ എൻ്റെ കയ്യിലില്ല. ഹിന്ദി എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കി എഴുതിയിട്ട് ആ സാധനം എഴുതാൻ അതറിയില്ല. പഠിച്ചത് പോയത് എഴുതാനേ അറിയുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ എന്താണ് ഇപ്പോൾ ഇങ്ങനെ സംഭവം പുതിയതായിട്ട് വന്നാൽ അതെങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി എഴുതിയിട്ട് ആ സാധനം അവിടെ എഴുതാൻ അറിയില്ല. അല്ലാണ്ട് നമ്മൾ തറവൊക്കെ പഠിച്ചിട്ട് പോയിട്ട് എഴുതിയത് എഴുതാൻ അറിയും. അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു മറ്റേ സാഹിലിൻ്റെ ബേലൻ്റെ ഡയറി ഇല്ലേ, അത് എവിടെയും പറയാത്ത സാധനം എഴുതുക. കാരണം അത് ഇത്തിരി ചെറിപ്പൊരി ടഫ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് എഴുതിയുള്ളൂ, ഒരു 3/4 പേജൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ 1 മാർക്കിൻ്റെ ഒക്കെ എനിക്ക് ശരിയായിട്ടാണ്. അപ്പോൾ അതിലൊരു A+ ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം നോക്കുന്ന ആൾക്കാർ ആ ഒരു ഡയറിയും പിന്നെ ആ സംഭവങ്ങളൊക്കെ ശരിയാക്കി എനിക്ക് എന്തായാലും അതിലൊരു A+ കിട്ടുന്നൊരു ആത്മവിശ്വാസമുണ്ട്. അടുത്ത ഫിസിക്സും കെമിസ്ട്രിയും നല്ല എളുപ്പമായിരുന്നു. എനിക്ക് മോഡൽ എക്സാമിന് അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഫിസിക്സും കെമിസ്ട്രിയും ഫിസിക്സും കെമിസ്ട്രിയും എനിക്ക് മറ്റേ ബോർഡ് എക്സാമിന് അതിൽ A+ ഒക്കെ നല്ല ആത്മവിശ്വാസം എനിക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തൊക്കെ ശരിയായി. ഞാൻ എല്ലാം എഴുതി. ഞാൻ അങ്ങനെ ഇത് ഞാൻ ഒന്നുപോലും വിട്ടിട്ടില്ല, എല്ലാം എഴുതി. എനിക്ക് ഫിസിക്സ് കഴിച്ച കിട്ടിയാൽ A+ കിട്ടും, ഇൻഷാ അല്ലാഹ് കിട്ടും.
ഓക്കെ, ബാക്കി അതൊക്കെ എഴുതി. ഇത്തിരി ടഫായിട്ട് തോന്നിയത് അല്ല, എഴുതാത്ത 10ാമത്തെ ക്വസ്റ്റൻ ഞാൻ എഴുതണം വിചാരിച്ചിരുന്നു. എനിക്ക് അറിയാതെ എനർജി ക്രൈസിസിൻ്റെ എന്താണെന്ന്. പക്ഷെ ഞാൻ എഴുതാൻ വിട്ടുപോയി. എന്താണാവും, ഞാൻ 4 ക്വസ്റ്റൻ എഴുതിയിട്ട് അവസാനം ആ 10ാമത്തെ എഴുതാൻ വിചാരിച്ച് ഞാൻ എഴുതിയില്ല. നല്ല സങ്കടമുണ്ട്. കാരണം എന്താ വെച്ചാൽ പവർ ഓഫ് ലെങ്സിൻ്റെ ഇക്വേഷൻ ശരിയായി, കാൽക്കുലേഷൻ ഇല്ലേ, അത് ഞാൻ മൈനസ് ഇട്ടില്ലയോ എന്നൊരു ഡൗട്ട് എനിക്ക് വരുന്നുണ്ട്. മൈനസ് ഉണ്ടോ ഇല്ലയോ എന്നൊരു ഡൗട്ട്. അപ്പോൾ അതിൽ മാർക്ക് എങ്ങാനും പോയി അതിൽ നിന്ന് എടുക്കായിരുന്നു. അപ്പം അത് നല്ല വിഷമമുണ്ടായിരുന്നു. ബാക്കിയൊക്കെ കറക്റ്റ്. പിന്നെ രസം എന്ന് വെച്ചാൽ നമ്മൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ ഇല്ല അല്ലേ, ഹീറ്റിൻ്റെ ആ ചോദ്യം എവിടെയും 11ാമത്തെ കാൽക്കുലേറ്റ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആ സംഭവം ഞാൻ എഴുതി. അടുത്ത് ഏതായിട്ട് കിട്ടിയത് അവൾക്ക് 235 കിട്ടി. എനിക്ക് കിട്ടിയത് 13,800 അല്ല 1,38,000 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതന്നെയായിരുന്നു തോന്നുന്നു ആൻസർ ഇട്ടാ. അതന്നെ തോന്നുന്നു ആൻസർ. പക്ഷെ പിള്ളേർ ചോദിച്ചപ്പോൾ ഇവൾക്ക് 253 ഫ്രണ്ടുകളെ ചോദിച്ചപ്പോൾ 283. അല്ല, ഞാൻ അതിൻ്റെ തെറ്റാണ്. അവർ ഏകദേശം അടുത്ത സംഭവമല്ലേ കിട്ടിയത്. പിന്നെ ഞാൻ വെട്ടാൻ നിന്നില്ല. സൈഡിൽ കണക്ക് കൂട്ടി വെക്കി ഇവർക്ക് എങ്ങനത്തെ രീതിയിലാണ് കിട്ടിയതെന്ന് കണക്ക് കൂട്ടി വെക്കി നോക്കുമ്പോൾ എനിക്ക് വേറെ എന്തോ കിട്ടുന്നത്. അപ്പോൾ ഞാനത് വെട്ടി. എന്നിട്ട് ഞാൻ ഇത് വെട്ടിയില്ല കേട്ടോ. എനിക്ക് അതിലെന്തോ ഒരു ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ നോക്കിയപ്പോൾ ശരിയായിരുന്നു. അപ്പോൾ എനിക്കത് കുഴപ്പമില്ല. പിന്നെ ബാക്കി 12ാമത്തെയും 13ാമത്തെയും 14ാമത്തെയും 15ാമത്തെയും ഒക്കെ ശരിയായി. 16ാമത്തെ ശരിയായി. ഓക്കെ, പിന്നെ 19ാമത്തെ ഡയഗ്രാം എൻ്റെ വണ്ടർഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പക്ഷേ മാർക്ക് ഞാൻ ഇപ്പോഴത്തെ 20ാമത്തെ എഴുതിയത് കാരണം അത് വലിയ വിഷയമില്ല. അപ്പോൾ ഡയഗ്രാം മാത്രം തെറ്റിയുള്ളൂ. ബാക്കി 2 ക്വസ്റ്റ്യൻ ശരിയാണ്. 20ാമത്തെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് എഴുതി. സ്കാറ്ററിങ് എനിക്ക് ഫസ്റ്റ് സ്കാറ്ററിങ് വലിയ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് എനിക്കത് എഴുതാൻ പറ്റും. പിന്നെ അടുത്തതാണ് കെമിസ്ട്രി അല്ലേ. കെമിസ്ട്രി നന്നായിരുന്നു, സൂപ്പറായിരുന്നു, വണ്ടർഫുൾ ആയിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാം നന്നായിട്ട് എഴുതി. എല്ലാം വരും. ഇലക്ട്രോപ്ലേറ്റിംഗിൻ്റെ ഡസ്റ്റ് ഇൻറ്റൻസിറ്റി ഓഫ് കളർ ഓഫ് ഇലക്ട്രോലൈറ്റ് സെയിം ഫ്ലോറിങ്. ഞാൻ പഠിച്ചു ആ സംഭവം. അതെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ എഴുതി വെച്ചു, ഒന്ന് ശരിയാണ്, അതിൽ 2ാമത്തെ തെറ്റിയപ്പോൾ. പിന്നെ ബാക്കി ശരിയാണ്. പിന്നെ 15ാമത്തെ ക്വസ്റ്റ്യൻ. ആ സംഭവം ഞാൻ ആദ്യം കണക്ക് കൂട്ടിയത് എന്തായിരുന്നു അറിയോ, V1 × ആ ഒരു ഇക്വേഷൻ എന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഴുതിയപ്പോൾ എനിക്ക് അവിടെ എത്രയോ പകുതിയാണ് എന്തോന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായത് ആ ഇക്വേഷൻ എല്ലാം ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വേറെ ഇക്വേഷൻ ഇട്ടെടുത്തു. അത് എഴുതി അതിൽ അത്യാവശ്യം എല്ലാം കിട്ടി. ഞാൻ അവിടെ 20 എഴുതി. ഇപ്പുറത്ത് 2x അവിടെ 5 എഴുതി. പിന്നെ അപ്പുറത്ത് x/2 ആ സംഭവം എഴുതി. നോക്കുമ്പോൾ ശരിയാണ്. ബി ക്വസ്റ്റ്യൻ എനിക്ക് വായിച്ചപ്പോൾ എന്തോ ഒരു ഇതിൽ ഞാൻ 10 ലിറ്ററിന് എഴുതിച്ചു. നോക്കുമ്പോൾ ആ സംഭവം ശരിയാണ്. പക്ഷെ ഞാൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ല. അത് എങ്ങനെ കിട്ടിയെന്നുള്ള എഴുതി വെച്ചിട്ടില്ല. ഞാൻ 10 ലിറ്ററിന് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. എനിക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിലായില്ല എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. ഞാൻ ബോയ്സ് ലോൻ്റെ ആണത്. അപ്പോൾ അത് ഒരു മാർക്ക് കിട്ടും. പിന്നെ ബാക്കിയൊക്കെ എൻ്റെ ശരിയായിരുന്നു. പിന്നെന്താ വെച്ചാൽ 19ാമത്തെ ഡി ക്വസ്റ്റ്യൻ റേറ്റ് നെയിം ഓഫ് 2 alloy steel which contain the same constituent element. അത് സംഭവം ഞാൻ എന്തോ 2 എഴുതിയാൽ 1 തെറ്റായിരുന്നു, വേറൊന്നും ശരി. അതും ഉറപ്പാണ്. പിന്നെ ബയോളജി എനിക്ക് എപ്പോഴും നല്ല മാർക്ക് കിട്ടണതാണ്. എപ്പോഴും നല്ല മാർക്ക് കിട്ടും. ഇപ്രാവശ്യം എന്താണ് എനിക്ക് ബയോളജി വലിയ സുഖമായിട്ട് തോന്നി. തൃപ്തിയില്ല. അതാണ് തൃപ്തി ഉണ്ടായില്ല പരീക്ഷ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ശരി തന്നെയാണ്. അതൊക്കെ ശരിയാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ എല്ലാം ശരി തന്നെ. പിന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ ശരിയാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ബി ക്വസ്റ്റ്യൻ എന്താ എഴുതേണ്ടത് മനസ്സിലായില്ല. ഹൗ ഡസ് ദ കമ്പാരറ്റീവ് സ്റ്റഡി ഓഫ് ദീസ് ഓർഗൻ പ്രൊവൈഡ് എവിഡൻസ് ഫോർ എവല്യൂഷൻ. എനിക്ക് മനസ്സിലായില്ല എന്താ അവിടെ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫുള്ളായിട്ട് എന്താണ് മറ്റേ പല്ലിൻ്റെ ആ സംഭവം എന്താണ് ഈ സാധനം അത് ഞാൻ അങ്ങനെ ഞങ്ങൾ എഴുതി വെച്ചു. എന്തൊക്കെയാണ് സംഭവം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചു. പക്ഷെ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെന്താ വെച്ചാൽ ഈ എക്സ് എന്താ കൊടുത്തിട്ടില്ല. ഞാനത് എന്താണ് വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദ പാർട്ട് എക്സ്. ഞാൻ വിചാരിച്ചത് നെർവ് ആണല്ലോ, അപ്പോൾ ഇമ്പൾസിനെ ക്യാരി ചെയ്യുക എന്നതാണ് വിചാരിച്ച് ഞാൻ അതായത്. പക്ഷെ എന്താ വെച്ചാൽ അതിനെ കവർ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു സംഭവത്തിന്. അപ്പോൾ അതിലൊരു ഇതായിപ്പോയി. പിന്നെ സെൻസറി നെർവ്, മോട്ടോർ നെർവ് ഒക്കെ എഴുതി. ബയോളജിയിലാണെങ്കിൽ കൂടുതലും ഫസ്റ്റത്തെ കിട്ടിയിട്ട് 2ാമത്തെ തെറ്റിപ്പോവും, 2ാമത്തെ കിട്ടിയാൽ ഫസ്റ്റത്തെ തെറ്റിപ്പോവും. ആ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ബാങ്ക് കൊടുക്കും. ഞാൻ ഇത് കഴിഞ്ഞമ്മ ഇതും കൂടി ഉള്ളൂ. എത്ര മണി സമയമാകുമ്പോഴേക്കും പിന്നെ 11ാമത്തെ അതൊക്കെ നമുക്ക് സിമ്പിളായി. 11ാമത്തൊക്കെ സിമ്പിളായിരുന്നു. പിന്നെ 14ാമത്തെ സ്റ്റേജ് 4ൻ്റെ അവിടെ ഞാൻ എഴുതിച്ച് മറ്റേ കൾച്ചറിലിട്ട് വളർത്തുന്നു. 5ൽ അവർ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇൻസുലിൻ തരുന്നു. പക്ഷേ സ്റ്റേജ് 4ൽ കൾച്ചറിലിട്ട് വളർത്തി ഇനാക്റ്റീവ് ഓക്സിജൻ ഇൻസുലിൻ തരുന്നു. 5ാമത്തേൽ നമ്മളെ ആക്റ്റീവ് ആക്കുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് അതൊരു കിട്ടണം. അത്യാവശ്യം ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. അതും 2 സ്റ്റെപ്പാക്കിയിട്ടൊക്കെ എൻ്റെ ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ കറക്റ്റ് ചെയ്ത് റെസ്ട്രിക്ഷൻ ആൻഡ് ന്യൂക്ലിയസ് അതൊക്കെ നമുക്ക് സെറ്റാണ്. പിന്നെ 16ാമത്തെ ആ പ്ലാന്റിൻ്റെ അതെന്തോ ഞാൻ വരച്ചത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല ഞാൻ എന്താ വരച്ചതെന്ന്. ഞാൻ ആൻസർ കീ നോക്കിയപ്പോൾ അവർ വേറെ രീതിയിലാണ് വരച്ചിട്ടുള്ളത്. പിന്നെ 17ാമത്തെ ശരിയായി. 18ാമത്തെ 19ാമത്തെ 20ാമത്തെ 21ാമത്തെ സെറ്റാണ്. 22ാമത്തെ കണ്ണ് സെറ്റാണ്. 23 എഴുതിച്ചു. 2 എഴുതാൻ പറഞ്ഞതിൽ 3 എഴുതിച്ചു. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ എക്സാമിൻ്റെ ഒരു പോക്ക്. നോക്കുമ്പോൾ നമുക്ക് കണക്കൂട്ടാൻ പാടില്ല.
നമ്മളുടെ ഭാഗ്യം നമുക്ക് തേടി വരട്ടെ. ഫുൾ A+ കിട്ടുകയാണെങ്കിൽ ഫുൾ A+ കിട്ടട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് വീഡിയോ എൻ്റെ ചെയ്യുന്നതിന് മുമ്പ് സംഭവം കാണിച്ചില്ല. ഇതെൻ്റെ ഫ്രണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഓർമ്മയൊക്കെ തന്നതാണ്. എനിക്കിത് കാണിച്ചു തരണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും? ക്ലിയർ ആവണില്ലല്ലേ മുഖം? ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇവിടെ നിന്ന് മൂന്നാമത്തെ ആണ് ഞാൻ. ഇത് ഷാളിൽ ഇങ്ങനെ പിടിച്ചിരിക്കണം, അതാണ് ഞാൻ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട് എന്ന സുനീന എന്നാണ് പേര്. അവൾ നന്ദാണ് എന്നും ഞാൻ എടുത്ത് വയ്ക്കും. രണ്ടും കൂടെ അപ്പുറത്താണ്, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ എന്നും ഓർത്തിരിക്കും. ഓക്കെ. പിന്നെ 3 മാസം ലീവല്ലേ, അപ്പോൾ ഞാൻ നല്ല രീതിയിൽ യൂട്യൂബിൽ ആക്റ്റീവ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പറ്റണമെങ്കിൽ ദിവസം വീഡിയോ ഇടും. അപ്പോൾ നിങ്ങൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു, എന്നെപ്പോലെ കെയർലെസ് മിസ്റ്റേക്സ് നിങ്ങളും ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ പറയണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. See you later.